കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ എന്റെ കഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി MS. ഹോസ്പിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആശുപത്രി പ്രക്ഷേപണം ഇന്ന് പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്ന റേഡിയോ പ്രക്ഷേപണ ശാഖയാണ്. ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് റേഡിയോ ബെൻസിഗറും ആരംഭിക്കുന്നത്. എന്റെ കഥ. രോഗാവസ്ഥ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രശ്നം മാത്രമല്ല, മാനസിക പ്രശ്നം കൂടിയാണ്. ഭയം, ആശങ്ക, ധനനഷ്ടം, ഒറ്റപ്പെടൽ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളും ഒരു രോഗിക്കുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും ലഭിക്കുമെന്നുള്ള തത്വമാണ് ഇതിന്റെ പുറകിലുള്ളത്. കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ കഥകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ കഥകൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കഥകളാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ശ്രീലക്ഷ്മി MS ആണ്. എന്റെ കഥ എന്ന ഈ പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരും അവരുടെ പ്രിയപ്പെട്ടവരും അവർ കടന്നുപോകുന്ന ജീവിതത്തെയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും അവരുടെ പ്രതീക്ഷകളുമാണ് പങ്കുവയ്ക്കുന്നത്. ഇന്ന് എന്റെ യാത്ര കൊല്ലം ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റിലേക്കാണ്. ഈ ഡയാലിസിസ് യൂണിറ്റിനെ കുറിച്ച്, ഇവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് സുരേഷ് കുമാർ. ഞാൻ 2006 തൊട്ട് ഈ ഒരു യൂണിറ്റിന്റെ ഭാഗമാണ്. വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു നെഫ്രോളജി യൂണിറ്റ് ആണിത്, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ഡോക്ടർ പ്രവീൺ നമ്പൂതിരി. നമുക്കിവിടെ പ്രസന്റ്ലി നമുക്ക് 16 മെഷീൻസ് ഉണ്ട്. നിയർലി നമ്മൾ ഒരു 100-110 പേഷ്യൻസിനോളം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റീനൽ ഫെയിലിയറുമായിട്ട് വരുന്ന ഒരു പേഷ്യൻസിന്റെ കണ്ടീഷൻസ് അവർക്ക് വളരെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകുമ്പോൾ ആണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും വീട്ടുകാർക്കും തൊട്ടടുത്ത സമൂഹത്തിനും ഒക്കെ അവർക്ക് ഒരുപാട് ആങ്സൈറ്റീസ് അവർക്ക് കാണും. ആ ഒരു സ്റ്റിഗ്മ നമ്മൾ എങ്ങനെ സപ്പോർട്ടീവായിട്ട് അത് പരിഹരിക്കാൻ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക, പിന്നെ അവർക്ക് വേണ്ട ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് വേണ്ട ഒരുപാട് പേഷ്യൻസ് കാണും. അതിനുള്ള വഴികൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പല സ്കീമുകളുമുണ്ട്, സർക്കാരിന്റെ സ്കീമുകളുണ്ട്. ഈ ഡയാലിസിസ് യൂണിറ്റിന്റെ വാതിൽ തുറന്ന് അകത്ത് കടക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇരുവശങ്ങളിലെ കട്ടിലിലായി കിടക്കുന്ന വിവിധ പ്രായത്തിലുള്ള വൃക്ക രോഗികളെയാണ്. എനിക്ക് അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിയുന്നത് ഇനിയും പ്രതീക്ഷയുടെ നീരുറവ വറ്റാതെ ജീവിതം തിരിച്ചുപിടിക്കുമെന്നുള്ള ആത്മവിശ്വാസമുള്ളവരെയാണ്. ഇവരോരോരുത്തരെയും കടന്ന് ഞാൻ ഇന്നെത്തുന്നത് കൊല്ലം ഉമയനല്ലൂർ സ്വദേശി ഗോപകുമാറിന്റെ അടുത്താണ്. എന്റെ കഥ ഇന്ന് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. എൻ്റെ പേര് സരസ്വതി. എൻ്റെ ഭർത്താവിൻ്റെ പേര് ഗോപകുമാർ. 2 മക്കളാണ്. ഞങ്ങൾ നല്ല രീതിയിൽ ചെറിയൊരു കുടുംബം സന്തോഷമായിട്ട് താമസിച്ചു വന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് തമിഴ്നാട്ടിൽ ജോലിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 6-7 വർഷമായിട്ട് ആഫ്രിക്ക ജോലിക്ക് പോയായിരുന്നു. കാഷ്യൂ ഫീൽഡിലായിരുന്നു. തോട്ടണ്ടി എടുക്കാനായിട്ട്, കമ്പനിക്ക് വേണ്ടി തോട്ടണ്ടി എടുക്കാനായിട്ട് പോയി. 7 വർഷത്തോളം ആവുന്ന ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. ഷുഗറും BP ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരമാണ് ലാസ്റ്റ് പോയിട്ട് വന്നപ്പോഴത്തേന് ശരീരമെല്ലാം അങ്ങ് വീങ്ങി, യൂറിക് ആസിഡും ഒക്കെ അങ്ങ് കൂടി, കാലിന് നീര്, വയറിന് നീര്, അങ്ങനെയൊക്കെ വന്ന് പെട്ടെന്ന് പ്രവീൺ സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞത് ക്രിയാറ്റിനൊക്കെ ടെസ്റ്റ് ഇടയ്ക്ക് ക്രിയാറ്റിനൊക്കെ കൂടിയിരിക്കുകയാണ്, അപ്പോൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം അന്ന് തുടക്കം പറഞ്ഞത് കുറച്ച് ചെയ്യുമ്പോൾ നമുക്കതങ്ങ് മാറ്റം കിട്ടുമെന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെ 6 മാസത്തോളം ചെയ്തിട്ട് മാറ്റമൊന്നും വന്നില്ലായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം സ്ട്രോക്ക് വന്ന് വീണു. അപ്പോൾ അടുത്ത ആളില്ലായിരുന്നു. അങ്ങനെ 1/2 മണിക്കൂറോളം അവിടെ അങ്ങ് കിടന്നുപോയി. അങ്ങനെയാണ് പരിചയമുള്ള ഒരാൾ കണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച്, വെന്റിലേറ്ററിലുമായിരുന്നു. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. 1 ആഴ്ചയോളം അവിടെ കിടന്നു. അവിടെ കൊണ്ട് ക്ലിയർ ആവാഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് റെഫർ ചെയ്ത് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി, കിംസി കൊണ്ടുപോയി. അവിടെ 2 ആഴ്ച ക്രിട്ടിക്കൽ ICUയിൽ കിടന്നു. അവിടെ തൊണ്ടയിൽ ട്രക്യൂസ്മയൊക്കെ ഇട്ട്, അതൊക്കെ ഈശ്വരാനും കൊണ്ട് അതങ്ങ് എടുത്ത് മാറ്റാൻ പറ്റി. സാധാരണ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മാറ്റുന്നത് അപൂർവമാണെന്നാണെന്ന് ഡോക്ടർ പറഞ്ഞത് തന്നെ. രോഗാവസ്ഥയിലുള്ള ഒരാൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ചില സാഹചര്യങ്ങൾ കൂടി ഗോപകുമാർ ചേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ എപ്പോഴും ആള് വേണം. ആളെന്ന് വെച്ചാൽ സ്ട്രോക്ക് വന്നപ്പോഴത്തേനും ഓർമ്മയില്ല. ഓർമ്മ അങ്ങ് പോയപ്പോഴത്തേനും തനിയെ എണീക്കത്തില്ല.
എന്നാലും അത് അറിഞ്ഞുകൂടെ എനിക്ക് എണീച്ച് നടക്കാനൊക്കില്ല എന്നുള്ള ഒരാളിനെ അറിയത്തില്ല. അപ്പം അടുത്ത ആളില്ലെങ്കിൽ പെട്ടെന്ന് കൈകുത്തി അങ്ങ് പൊങ്ങാൻ നോക്കും. പൊങ്ങുമ്പോഴത്തേനും മറിഞ്ഞു വീണു പോകും. ഞാനതുകൊണ്ട് എനിക്ക് ഒന്നിനും പോകാനൊക്കില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കൂടെ തന്നെ ഇങ്ങനെ ഇരുന്ന് പരിചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥയിലായിട്ട് 6.5 വർഷമായി. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും മാനസികാവസ്ഥയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഡയാലിസിസ് യൂണിറ്റിലെ ഇൻചാർജ് സുരേഷിന് വർഷങ്ങളായി അറിയാം. ഗോപകുമാർ 2017 തൊട്ട് നമ്മുടെ പേഷ്യൻസ് ആണ്. ഡയാലിസിസ് നമ്മൾ ഒരു റീനൽ ഫെയിലിയർ ഡയഗ്നോസ് ചെയ്തു ഡയാലിസിസിലേക്ക് നമ്മൾ വന്നു. അത് കഴിഞ്ഞിട്ട് 6 മാസം പീരീഡ് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ഒരു സ്ട്രോക്ക് വരുന്നത്. സ്ട്രോക്ക് വന്നതിന് ശേഷം പുള്ളിക്ക് കുറച്ച് ഓർമ്മക്കുറവും അതിനനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ പുള്ളിയുടെ വൈഫ് വളരെ സപ്പോർട്ടീവായിരുന്നു. ഫാമിലി സൈഡിൽ നിന്ന് വളരെ സപ്പോർട്ടീവാണ്. പുള്ളിക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനെ കൊണ്ടുവരാൻ ഇത്രയും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, ഒരു ന്യൂറോളജിക്കലി ഒരു സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സ്പെഷ്യൽ അറ്റൻഷൻ പുള്ളിക്കാരന് ത്രൂ ഔട്ട് ട്രീറ്റ്മെന്റിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയുടെ ഒരു ഹൈജീനും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അധികം ബൈസ്റ്റാൻഡേഴ്സിനെ ഇതിനുള്ളിലേക്ക് നമ്മൾ കടത്തിവിടാറില്ല. ഈ ഗോപകുമാറിന്റെ വൈഫിനെ നമ്മൾ ഇടയ്ക്ക് അകത്ത് കയറ്റി ഇമ്മീഡിയറ്റ് പുള്ളിക്കാരനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നുണ്ട്. സ്ട്രോക്ക് വന്നതിന് ശേഷം പുള്ളിക്കാരന് നിയർലി ഒരു 5 വർഷത്തിൽ കൂടുതൽ ഡയാലിസിൽ കണ്ടിന്യൂ ചെയ്ത് സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ്. സ്ട്രോക്ക് വന്നതിന്റെ ചെറിയ പ്രശ്നങ്ങളും എങ്കിലും ഒരുപാട് മാറ്റമുണ്ട് പുള്ളിക്കാരൻ. ഇപ്പോൾ നമ്മൾ ഡയാലിസിസിന്റെ പുറത്താണ് പുള്ളി സർവൈവ് ചെയ്ത് പോകുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ചിട്ട് പുള്ളി കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ പക്ഷാഘാതം സംഭവിച്ചത് അന്നുവരെയുള്ള കാലമേ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൂ. അവിടെ നിന്ന് മുന്നിലേക്ക് മനസ്സ് സഞ്ചരിച്ചിട്ടില്ല, ചില സാഹചര്യങ്ങളിലല്ലാതെ. മാനസികമായിട്ടൊരു വല്ലാത്തൊരിതുണ്ട്. ചില സമയത്ത് അങ്ങ് രാത്രിയിലൊക്കെ ഉറക്കമില്ല. രാത്രിയായാലും പകലായാലും ഉറക്കമില്ല. അങ്ങ് വീട്ടിൽ പോകണം, ജോലിക്ക് പോകണം. നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട് ഇതല്ല, എന്റെ വീട് ഇതല്ല, വേറെ ആരുടെ വീട്ടിൽ നമ്മൾ താമസിക്കുകയാണ്, വീട്ടിൽ പോകണം. ചില സമയത്ത് അത് തുടക്കം മുതൽ ചില സമയത്തൊരു ഭയം എന്തോ പറ്റിയിട്ടുണ്ട്. എന്തുവാണെന്ന് നമുക്കറിയാം, അത് പറയാൻ പറ്റുന്നില്ല എന്തുവാന്നുള്ളത്. ഈ വയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത് പറയാൻ പുള്ളിക്ക് അറിയത്തില്ല. അപ്പൊ ഡയാലിസിന് വരുവാന്നുള്ളതോ എന്തിനാ പോകുന്നത് ഒന്നും. ആഴ്ച 3 ഡയാലിസിസ് വേണം. ഡയാലിസിന് വന്നു കഴിഞ്ഞാൽ 4 മണിക്കൂർ കിടക്കത്തില്ല. 1 മണിക്കൂർ ആകുമ്പോഴത്തേന് വീട്ടിൽ പോകാൻ ബഹളമാണ് അവിടെ കിടന്നത്. മക്കളറിയാം, പക്ഷെ മക്കൾ ഇത്രയും വളർന്നതായിട്ട് അറിയാൻ വയ്യാടാവുന്ന സമയത്ത് കൊച്ചുങ്ങൾ 7 വർഷം ആവുന്നില്ല, 6.5 വർഷം, ഇത്ര ചെറുതില്ല. അതിന് എന്റെ മക്കൾ കുഞ്ഞുങ്ങളാന്നാ പറയുന്നത്. ചില സമയത്ത് മക്കളെ വിളിക്കുമ്പോൾ അവർ ഇത്രയും വളർന്നെന്നുള്ളതിനെ പറ്റി ചില സമയത്ത് ഒരു തിരിച്ചറിവുണ്ട്. ചില സമയത്ത് എന്റെ മക്കൾ കുഞ്ഞുങ്ങളാന്നാ പറയുന്നത്. എന്നെ വിളിക്കുന്നത് ഭാര്യ, എന്നെ വിളിക്കുന്ന അമ്മയെന്നാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഇന്നും ബാല്യത്തിന്റെയും യൗവനത്തിന്റെയും നിറമാണ്. ഈ അവസ്ഥയിൽ സംസാരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളിൽ ഓരോരുത്തരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും അദ്ദേഹം പറയുന്നത് കേൾക്കാൻ. ശ്രോതാക്കൾക്കായി അദ്ദേഹത്തിനോടൊപ്പം കുറച്ചു നേരം സംസാരിക്കാൻ ഞാനൊന്ന് ശ്രമിക്കുകയാണ്. എന്നെ അറിയാവോ? എങ്ങനെ അറിയാം? ഇവിടെ വന്ന് കണ്ടേണോ? നേരത്തെ കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടല്ലേ കാണുന്നത്? പേരെന്താ? ഗോപൻ. അങ്കിളുടെ കൂടെ ആരുണ്ട്? ഭാര്യയുണ്ട്. വേറെ ആരെങ്കിലും അങ്കിൾക്ക് എവിടെ നിൽക്കുന്നേ? എന്തായിരുന്നു ജോലി നേരത്തെ? ആണോ? ഇപ്പോഴും അവിടെ തന്നെയാ? എത്ര വർഷം ജോലിയുണ്ട്? ഏത് വർഷമാ ജോലിക്ക് കയറിയേ? 1965. 35 വർഷമായി. 35 വർഷം ജോലി ചെയ്തു. എനിക്കിപ്പം കൈ ഊരി ഉളുക്കി കിടക്കുക. ഇപ്പം വല്ലാത്ത കണ്ടീഷനാണ്. നടക്കുകയൊക്കെ ചെയ്യാം. എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുമോ? എല്ലാം ചെയ്യത്തില്ല. സ്ഥലം എവിടെയാ? സ്ഥലം ഉമയനല്ലൂർ. അത് വൈഫ് ഭാർഗവി. ഭാർഗവിയിലല്ലേ? എന്റെ പേരെന്താന്ന്? ഭാർഗവി എന്നാ പറഞ്ഞത്. സരസ്വതി നമ്മള്. മക്കളുടെ പേരെന്തുവാ? മോന്റെ പേര് യദുകൃഷ്ണൻ. ഇത് ഗോപൻ. മക്കളുടെ പേരെന്തുവാ? മീനാക്ഷി. അല്ല, അത് വീട്ടിൽ വിളിക്കുന്നല്ലേ?
അറിയത്തില്ല. ഗീതു ഗോപൻ. ഗീതുഗോപൻ. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ ഇതാണ്. ഈ വാക്കുകൾ നമ്മളെ തന്നെ ദുഃഖിപ്പിക്കുമ്പോഴും ചിന്തിപ്പിക്കുമ്പോഴും കുടുംബാംഗങ്ങളെ എങ്ങനെയായിരിക്കും ഈ ഒരു അസുഖം ബാധിച്ചിട്ടുള്ളത്? ഒരു രാത്രിയും പകലും പോലുള്ള ഒരു വ്യത്യാസം നമുക്കത്. നോർമലി ആള് നല്ലൊരു അച്ഛനായിരുന്നു, നല്ലൊരു ഭർത്താവായിരുന്നു, നല്ലൊരു മകനായിരുന്നു. പക്ഷെ വയ്യാണ്ടായപ്പോഴത്തേലും ഒന്നും ആളിന് അറിയാൻ പറ്റുന്നില്ല. അല്ല, ഇനിയിപ്പോൾ വലിയ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടൊന്നും ഇല്ല, കിട്ടാനില്ലെന്നാണ്. വരണമായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ 6.5 വർഷമായി സ്ട്രോക്ക് വന്ന അവസ്ഥയിലായിട്ട്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് എങ്കിലും കാണിക്കണ്ടേ. അവർ നോർമലി ആരോഗ്യവാനുള്ള ഒരു പേഷ്യൻ്റ്, ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും ട്രാൻസ്പ്ലാന്റിനുള്ള ഒരു സൗകര്യം. ഇതിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യത കുറവാണ്. മാത്രമല്ല അതിനൊരു എമൗണ്ട് ഒരു 35 ലക്ഷം 40 ലക്ഷം ഒക്കെ ആണെന്ന് തോന്നുന്നു. സാമ്പത്തികം തന്നെയാണ് ഈ അസുഖത്തിനോടൊപ്പം ഒരു കുടുംബത്തിന് വില്ലനായി മാറുന്നത്. നമ്മളെപ്പോലെ ഒരു കുടുംബത്തിന് ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ മാനസികമായിട്ട്, ശാരീരികമായിട്ട്, സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുപാടങ്ങ് വീക്കാവും. ബാധിച്ചെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത ബാധ്യതയാണ്. അതങ്ങ് 5 സെന്റ് ഒരു വീടും ഉണ്ടായിരുന്നു, അതിപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വന്നു. ഇത്രയൊക്കെ സഹായങ്ങൾ കിട്ടിയിട്ടും. കാരണം നമ്മൾ അതിൻ്റെ ആഹാരത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, എന്ത് കാര്യത്തിൽ, ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലായിരുന്നാലും, അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് വന്നിരുന്നാലും ഒരു നേരത്തെ പോലും ഞാൻ ഗുളിക മുടക്കിയിട്ടില്ല, ഒരു ഡയാലിസിസ് ഞാൻ മുടക്കിയിട്ടില്ല. അദ്ദേഹത്തിനെന്ന് വെച്ചാൽ ഒരു മാസം എങ്ങനെ നോക്കിയാൽ 35,000 രൂപയുടെ ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന്, ഡയാലിസിസും മെഡിസിനും പിന്നെ അതിനാവശ്യമുള്ള ഇഞ്ചക്ഷൻ, ഇതെല്ലാം കൂടെ ഒരു 35,000 രൂപയുള്ള ഒരു മാസം. രോഗിയെ ശുശ്രൂഷിക്കുന്ന ആളുടെ ആരോഗ്യാവസ്ഥ പ്രധാനമാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ സ്വന്തം ആരോഗ്യസ്ഥിതി പോലും കണക്കാക്കാതെ അദ്ദേഹത്തെ സ്നേഹത്തോടെ പരിചരിക്കുകയാണ് സരസ്വതി ചേച്ചി. എനിക്കിതിൻ്റെ ഇടയ്ക്ക് 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് യൂട്രസിന്റെ ഒരു പ്രശ്നം വന്ന് യൂട്രസ് എടുക്കേണ്ടി വന്നു. നമുക്ക് അതിൻ്റെതായ റെസ്റ്റുകളൊന്നും ഒരു 3 മാസം പോലും നമുക്ക് കറക്റ്റ് റെസ്റ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ അതിന്റെ പിന്നെ ഇതിനകത്തെ കിടന്ന് പിടിച്ചും പൊക്കി നമ്മുടെ ഓരോ ജോയിൻസും നടുവും ശരീരത്തിൽ ഏതെല്ലാം ജോയിൻസ് ഉണ്ട് ഇങ്ങനെ പിടിച്ചിനെ ബലം ആളെ നല്ല ഹൈറ്റ് അല്ലേ, എനിക്ക് ഹൈറ്റ് കുറവ്, അദ്ദേഹത്തിന്റെ തോളിന് താഴെയല്ലേ ഉള്ളു. ഞാൻ പിടിച്ചിനെ ബലം കൊടുത്ത് ഉയർത്തിയെങ്കിലല്ലേ എനിക്ക് അദ്ദേഹത്തെ പിടിച്ച് നിർത്തുന്ന ബാത്റൂമിലോട്ടൊന്ന് കൊണ്ടുപോകാനോ ഒന്നൊരു ബെഡ്റൂം ഒരു റൂമിൽ നിന്ന് ഹാളിലോട്ടൊന്ന് കൊണ്ടിരുത്താനോ ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോഴത്തേന് എന്റെ ബോഡി ഫുള്ള് ബോഡി പെയിനാണ്. ശാരീരിക പ്രശ്നമുണ്ടെങ്കിലും മാനസികമായി തളരാതെ സരസ്വതി ചേച്ചി മുന്നോട്ട് പോകുകയാണ്. മാനസികമായിട്ട് തളർന്നാലും ഞാൻ തളരാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. കാരണം ഇതിന്റെ കാര്യം നോക്കണം, മക്കളെ മേലോട്ട് കൊണ്ടുവരണം. മോൻ വീട്ടൊക്കെ കഴിഞ്ഞു, മോള് ഡിഗ്രി തേർഡ് ഇയറായി. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഓരോരുത്തരുടെ സഹായം കൊണ്ടായിരുന്നാലും ഇത്രയും വരെ എത്തിച്ചു. ഗോപകുമാർ ചേട്ടന്റെ ഉള്ളിൽ സരസ്വതി ചേച്ചി ഇന്ന് അമ്മയാണ്. ഭാര്യ എന്ന പദത്തിന് അമ്മയും സഹോദരിയും കൂട്ടുകാരിയും ഇന്നുകൂടി അർത്ഥമുണ്ടല്ലോ. ഒരമ്മയുടെ കരുതലും സ്നേഹവും നൽകുമ്പോൾ ഭാര്യ ഇവിടെ അമ്മയായി മാറുകയാണ്. നമ്മൾ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ അവരെ നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്താമെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കൂടെ കുറച്ചുകൂടി നമ്മൾ അവരെ കുറ്റപ്പെടുത്തി ശാസിച്ചു, അവരെ വഴക്ക് പറഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും അവർ കൂടുതൽ ഡൗൺ ആവത്തതേ ഉള്ളൂ. അത്രയും കെയറിങ്ങും കൊടുത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്രയും വർഷം ജീവിച്ചിരിക്കുന്നതെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. വൃക്കരോഗത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും ഇന്ന് ഈ അവസ്ഥയിലെത്തുമ്പോൾ ഓരോരുത്തരും ഭയപ്പെടുകയാണ്. ഇത് എന്താണ്, നാളെ എങ്ങനെയാണ് എന്നറിയാതെ. രോഗമെന്ന് പറഞ്ഞ ഡയാലിസിസ് എന്ന് പറഞ്ഞ ചെറിയൊരു ഭയം ഉള്ളിൽ വന്നെങ്കിലും ഇത് എന്താണ് എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്ക് അറിയാൻ വയ്യായിരുന്നു. ചെയ്ത് ഇങ്ങനെ വരുന്നതോളം കുറയുന്നതുമില്ല. അപ്പൊ 6 മാസം ആയപ്പോഴത്തേന് സ്ട്രോക്കും വന്നു. എല്ലാം കൂടിയൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ ജീവിതം ഇങ്ങനെ ഇവിടം വരെയൊക്കെ അങ്ങ് എത്തി. ഇന്ന് ഗോപകുമാർ ചേട്ടന്റെ കഥയും കേട്ട് ഒരാശ്വാസവാക്കും പറഞ്ഞ് ഈ ഡയാലിസിസ് യൂണിറ്റിൽ നിന്നും ഞാൻ തിരിച്ചു നടക്കുമ്പോൾ ഇവിടെ എൻ്റെ ഇരുവശങ്ങളിലുമായി കിടക്കുന്ന രോഗികളെ കണ്ട് മനസ്സിലറിയാതെ ചിന്തിച്ചു. വൃക്കരോഗികളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരുന്നു. അവരുടെ സാഹചര്യത്തിനും മാനസിക പ്രശ്നങ്ങൾക്കും മാറ്റമില്ലാതെ കാലം മുന്നോട്ടു പോകുന്നു. രോഗത്താൽ വിഷമിക്കുന്നവരും ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം അവസ്ഥ പങ്കുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് 989090133311. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും.
കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ കേട്ടത് എന്റെ കഥ. അവതരണം ശ്രീലക്ഷ്മി എം എസ്.